ഹലോ, അസ്സലാമു അലൈക്കും. ഒരു മുസ്ലിം തൻ്റെ രക്ഷിതാവുമായിട്ടുള്ള ബന്ധത്തിൽ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അവനിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കുക എന്ന കാര്യം. അപ്പോൾ അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്. ഈ കാണുന്നതും കാണാത്തതുമായ മുഴുവനും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ആയതിനാൽ തന്നെ സൃഷ്ടികൾ സൃഷ്ടകർത്താവിൻ്റെ മാത്രമേ ആരാധിക്കപ്പെടുവാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാവരും എന്താണ് മനസ്സിലാക്കേണ്ടത്? ആരെയും പങ്കു ചേർക്കാതിരിക്കുക. ആരാധനകളിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ പ്രാർത്ഥന. അതവന് മാത്രമേ നൽകാവൂ. അതാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും അവനോട് യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക, ആത്മാർത്ഥതയോടെ. അടുത്തതായിട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആരാധനകൾ അർപ്പിക്കുമ്പോഴും കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആത്മാർത്ഥതയുണ്ടാവുക എന്നത്. അതായത് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ലോകമാന്യത്തിൽ നിന്നും ഭൗതിക താല്പര്യങ്ങളിൽ നിന്നും മുക്തമായി പരലോക രക്ഷ കാംക്ഷിക്കുകയെന്ന ഇഖ്ലാസ് അനിവാര്യമാണെന്നർത്ഥം. അപ്പോൾ നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങളിൽ നിന്നും ഒഴിവാകണം. പരലോകത്തെ നമ്മൾ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് ഓർത്തുകൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. അതിനാൽ വല്ലവനും തൻ്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും തൻ്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ. അൽ കഹ്ഫ് സൂറത്തിൽ 110 ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മെ എപ്പോഴും നിരീക്ഷിക്കുന്നുവെന്ന ബോധം നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മുടെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും രാവിലും പകലിലും എല്ലാം നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബിനെയാണ് നാം ഭയപ്പെടുന്നതെന്ന ബോധം നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നന്മയെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് നമുക്കൊന്ന് നോക്കാം. അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ ആരാധിക്കുക. നിനക്കവനെ കാണാൻ കഴിയില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അള്ളാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ അവനോട് മാത്രം സഹായം ചോദിക്കുക. അത് മറ്റാരോടും ചോദിക്കാതിരിക്കുക. കാരണം അവന് മാത്രമേ അവ നൽകാനും തടയുവാനും കഴിയുള്ളൂവെന്ന് കൃത്യമായി ഉറച്ചു വിശ്വസിക്കുന്നവന് മാത്രമേ യഥാർത്ഥ മുസ്ലിമാവാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും ഐശ്വര്യങ്ങളിലും സന്തോഷങ്ങളിലും സന്താപങ്ങളിലുമെല്ലാം അവനോട് മാത്രം സഹായം ചോദിക്കുക. അതാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. പറയുക, ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം എടുത്തു നീക്കുകയും ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിത്യത വരുത്തുകയും ചെയ്യുന്നു. നിൻ്റെ കൈവശമാണ് നന്മയുള്ളത്. നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. നീ സഹായം ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹുവിനെ ഇഷ്ടപ്പെടേണ്ട രൂപത്തിൽ അവനെ കൃത്യമായി ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുക. അവനെ ധിക്കരിക്കാതിരിക്കുക. കൽപ്പനകൾ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പകർത്തുകയും വിരോധങ്ങളിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി വിട്ടുനിൽക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ നീ ഇഷ്ടപ്പെടുക. വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, എന്നാൽ സത്യവിശ്വാസികൾ അള്ളാഹുവോട് അതിശക്തമായ സ്നേഹമുള്ളവരാത്രേ. സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ മഹത്വപ്പെടുത്തുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഒരു യഥാർത്ഥ മുസ്ലിം ദൈവിക നിയമങ്ങളെ മഹത്വപ്പെടുത്തുകയും ജീവിതത്തിൽ പ്രാവർത്തിക്കുവാനായി ധൃതിപ്പെടുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആരാധനകൾ അർപ്പിക്കുന്നതിൽ അലസതയോ മറ്റോ കാണിക്കുകയാണെങ്കിൽ അത് കാണിക്കാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു മുസ്ലിമിന് അതാണ് വേണ്ടത്. ഇവയെല്ലാം തന്നെ ജീവിതത്തിൽ തഖ്വയുണ്ടാക്കാൻ അനിവാര്യമാണ്. അള്ളാഹു വ്യക്തമാക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കുക, അത് നിങ്ങൾ ഗ്രഹിക്കുക. വല്ലവനും അള്ളാഹുവിൻ്റെ മഹത് ചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് ഹൃദയങ്ങളിലെ ധർമ്മനിഷ്ഠയിൽ നിന്നുണ്ടാകുന്നതാണത്രേ എന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. അള്ളാഹുവിൻ്റെ പവിത്രമായ നിയമങ്ങളെ പിച്ചി ചീന്തുന്നത് കാണുമ്പോൾ ഒരു മുസ്ലിം അള്ളാഹുവിനായി കോപിക്കേണ്ടതുണ്ട്. തിന്മകളും തെറ്റുകളും കാണുമ്പോൾ അതില്ലാതാക്കുവാനായി ഓരോ മുസ്ലിമും പരിശ്രമിക്കേണ്ടതുണ്ട്. മനുഷ്യനെ തന്നെ നശിപ്പിക്കുന്ന വലിയ പാപങ്ങളിൽ പെട്ടത് അള്ളാഹുവിൻ്റെ മതത്തെയും അവൻ്റെ ഗ്രന്ഥത്തെയും അവൻ്റെ റസൂലിനെയും ചീത്ത പറയുകയും പരിഹസിക്കുകയും ചെയ്യുകയെന്ന് എതിരിൽ ഓരോ മുസ്ലിമും പ്രതികരിക്കുകയും അള്ളാഹുവിനായി കോപിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരെയും സംഘങ്ങളെയും ഉപദേശിക്കുകയും ഗുണദോഷിക്കുകയും അള്ളാഹുവിൻ്റെ കഠോരമായ ശിക്ഷയെ തൊട്ട് താക്കീത് നൽകുകയും ചെയ്യൽ മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. അതൊരു ബാധ്യതയാകുന്നു. ഒരു മുസ്ലിം ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും രക്ഷിതാവിൽ ഭാരമേൽപ്പിക്കേണ്ടതുണ്ട്. തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുക എന്ന് മുസ്ലിമിൻ്റെ അടയാളമാണ്. അല്ലാഹു തആല പറയുന്നു, ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുന്നവനെ നീ ഭാരമേൽപ്പിക്കുക. മരിക്കാതെ മനുഷ്യരെല്ലാവരും മരിച്ചു പോകും, പക്ഷേ അല്ലാഹു തആലക്ക് മരണമില്ല. അപ്പം നമ്മൾ ആരെയാണ് ഭാരമേൽപ്പിക്കേണ്ടത്? ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുന്നവനെ നീ ഭാരമേൽപ്പിക്കുക. വല്ലവനും അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു തന്നെ മതിയാകുന്നതാണ്. തീർച്ചയായും അള്ളാഹു തൻ്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു. ഓരോ കാര്യത്തിനും അള്ളാഹു ഒരു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കേണ്ട പ്രകാരം ഭാരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ ഉപജീവനം നൽകപ്പെടുന്നതാണ്. രാവിലെ വയറൊട്ടിയവരായി പുറപ്പെട്ട് വൈകുന്നേരം വയർ നിറഞ്ഞവരായി മടങ്ങുകയും ചെയ്യുന്ന പക്ഷികളെപ്പോലെ നിങ്ങൾക്ക് ഉപജീവനം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.